റെഡി ആയില്ലേ നീ? എന്തൊന്നും പറയാത്ത വിക്കി? എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞോ അതോ കള്ളം പറയണം? എന്തിനാ കള്ളം പറയുന്ന? സത്യം കേൾക്കണേ എനിക്കിഷ്ടം. സത്യം തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പക്ഷെ അത് കുറച്ച് ഹാർഷായിരിക്കും. നിന്നിങ്ങനെ കണ്ടിട്ട് ഒട്ടും ശരിയാവുന്നില്ല. ഫീലാവണ്ട, സത്യം പറയാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാ പറഞ്ഞേ. ഞാൻ ഒന്ന് മോൻ കേട്ട് വരാം, അപ്പോഴേക്കൊന്ന് റെഡിയാവും. എന്റെ ആരതിയെ പോലെ. ഇതും ആരതി തന്നെയാ. എന്റെ ആരതിനെ ഇങ്ങനെ ബോൾഡായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ആരതിത്തല്ല. ഞാൻ നിന്നെ ആദ്യമായിട്ടൊരിക്കലും കണ്ടില്ലേ, ആദ്യയുടെ കല്യാണത്തിന് വെച്ച്. അന്ന് ഞാൻ തീരുമാനിച്ചതാ, എനിക്ക് ഈ മോഡേൺ പെണ്ണുങ്ങൾ എന്തായാലും വേണ്ട, നിന്നെ പോലെ സിമ്പിളായിട്ടൊരു പെൺകുട്ടിയെ മതിയെന്ന്. നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാൻ കാരണം നിന്റെ സിംപ്ലിസിറ്റിയാ. ആൻഡ് അതിനേക്കാൾ കൂടുതൽ നിന്റെ ഇന്നസെൻസും. യു ആർ ബ്യൂട്ടിഫുൾ ദ വേ യു ആർ. വിക്കി, ഒരു മിനിറ്റ് പറയ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാനിങ്ങനെ ഒരുങ്ങുന്നതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ ഈ കുടുംബത്തിലെ മരുമോളല്ലേ വിക്കി? മിഡിൽ ക്ലാസ്സിൽ വളർന്ന പെണ്ണ. ആ വീട്ടിൽ 4 പെൺകുട്ടികളാ ഉള്ളത്. ദാരിദ്ര്യം. പിന്നെ ഒരു തുണി എടുത്തുകൊണ്ട് വന്ന ഇന്നൊരാളിട്ട അത് മാറി അടുത്ത ആള് നാളെ ഇടും. ജീവിതകാലത്ത് അവര് കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലത്തെ സൗഭാഗ്യം. അതുകൊണ്ട് ഇങ്ങനൊരവസരം കൈ കിട്ടുമ്പോ മറ്റുള്ളവർക്ക് മുന്നിൽ ഷൈൻ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ വിക്കി? അയ്യോ, എത്ര മനോഹരമായിട്ടാ മോനെ ഇത് അലങ്കരിച്ചിരിക്കുന്നേ. താങ്ക്സ് മോനെ സിദ്ധാർത്ഥ. ഇതിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം വേദാന്തിന്റെ ഐഡിയ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു. അല്ല മോനെ, അന്നും നീ അഞ്ജുവിന് വേണ്ടി അഡ്മിഷൻ റെഡിയാക്കിയപ്പോ പോലും ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞില്ല. ഇനിയും പറയാതിരുന്ന എങ്ങനെ? അതിന്റെ പിന്നിലും ഞാനില്ല, എല്ലാം വേദാന്തിന്റെ പണിയാ. അതെയോ? അതെ ചെറിയമ്മേ. അവൻ എത്ര നല്ല മനുഷ്യനാ. അവന് നമ്മളെയും അവന്റെ ആൾക്കാരെ പോലെ തന്നെയാ നോക്കുന്നേ. ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ വളരെ പ്രയാസം മോനെ. ചേച്ചിയോട് ഡോക്ടർ ബെഡ് റെസ്റ്റ് അല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തിനാ വന്നേ? അത് സത്യാണ് അതിഥി. എന്നാ ഞാൻ അധികം നേരം നിൽക്കില്ലെന്നും അമ്മാവിന്റെ റിട്ടയർമെന്റിൽ പങ്കെടുത്തിട്ട് വരാനും ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അമ്മു, എന്താ നീ അവിടെ തന്നെ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ടൊന്ന് വാ. അമ്മേ, ആ മുതുക്കി ഈ ഫംഗ്ഷൻ കഴിയുന്നവരെ നമ്മുടെ കൂടെ നിൽക്കുന്നില്ലെന്നാ പറഞ്ഞു. അയ്യോ എടി മരക്കഴുതേ, വെറുതെ വിഷയം മാറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. അമ്മേ, അച്ഛന്റെ റിട്ടയർമെന്റ് ആഘോഷിക്കുന്നത് ഞാനൊരു കാഴ്ചക്കാരിയായിട്ട് ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കണം എന്നാ എന്റെ ആഗ്രഹം. സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണുന്ന പോലെ. എടി മുതുക്കി, നീ ശരിക്കും സൈക്കോ ആണെന്ന് 200% ഇപ്പൊ മനസ്സിലായി. നിനക്ക് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് നാടകക്കാരാണെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് നമ്മുടെ അമ്മ ഹാസ്യ ചക്രവർത്തി ചാർലി ചാപ്ലിന്റെ പുനർജന്മമാണെന്നെല്ലാം തോന്നുന്നുണ്ടോ? ശരി, ചുമ്മാതിരിക്കേ. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ അത് വലുതാക്കുന്ന എന്തിനാ? ഇപ്പോഴത്തെ പിള്ളേരെ മനസ്സിലാക്കാനേ ഒട്ടും പറ്റുന്നില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ശരി ശരി, അവിടെ തന്നെ നിന്നേ, ദൂരെ നിന്ന് അങ്ങ് സന്തോഷിക്കേ കേട്ടോ. ഇതൊക്കെ സിനിമ ഷൂട്ടിംഗ് ആന്ന് പറഞ്ഞേ ആക്ഷനും കട്ടും ഒന്നും പറയില്ല മുതുക്കി. ഒന്ന് വെറുതെ ഇരിക്കടി മരക്കഴുതേ. May I have your attention, please?
ചെറുതായിരുന്ന സമയത്ത് ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ആളുകള് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് സൂട്ട് ഇട്ടുകൊണ്ടായിരുന്നു. ഇനി 2 മാസത്തിനുള്ളിൽ അച്ഛൻ റിട്ടയർ ആവും. അന്നത്തെ ദിവസം ഒരു പാർട്ടിയൊക്കെ വെച്ച് അച്ഛനൊരു സൂട്ട് വാങ്ങിക്കൊടുക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടോ വേദ? ഇതിനേക്കാളും വലുതായിട്ട് എനിക്ക് വേറെ എന്താ വേണ്ടത്? എന്താ അമ്മേ ഷോക്കായ പോലെ നിൽക്കുന്നേ? നിനക്കെന്താ ഇവിടെ കാര്യം? വെറുതെ നിന്ന് ചിരിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കരയിപ്പിക്കുന്നൊന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ. പക്ഷെ ആ കാറ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞില്ലേ? ആ കോമഡി കേട്ട് ചിരിച്ചതാ. മതി, നിർത്ത നിങ്ങളുടെ ഈ നോൺസെൻസ്. വായടക്ക്. ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നോക്കണ്ട. ഇത്രയും ദിവസം ഞാൻ നിങ്ങൾക്ക് റെസ്പെക്ട് തന്നു തന്നെ കൂടിപ്പോയി. അർഹതയില്ലാത്ത ആളുകൾക്ക് ഇനി ഒരിക്കലും റെസ്പെക്ട് കൊടുക്കില്ല. യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം, എനിക്ക് ചെയ്യാൻ പാടില്ല. എന്റെ ചേട്ടന്റെ ചെലവിൽ ജീവിക്കുന്നത് നിങ്ങളാ. പക്ഷേ അതുകൊണ്ട് അതിന്മേൽ നിങ്ങൾക്കാണ് മുഴുവൻ അധികാരമെന്ന് കരുതണ്ട. നിങ്ങളുടെ തലയുടെ മേളിൽ എന്റെ ചേട്ടന്റെ നേരിട. നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ അവൻ തരുന്ന ഭിക്ഷയാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെറുതെ അലറുന്നത്? കമ്പനിയും ചേട്ടന്റെയാ, വീടും ചേട്ടന്റെയാ. സുഭിക്ഷമായി നിങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം ചേട്ടന്റെയാ. സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലെങ്കിലും എന്തൊരു അഹങ്കാരമാണ് നിങ്ങൾക്ക്. അവസാനമായിട്ട് ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ പറയാ, എന്റെ മുന്നിൽ നിന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു കൂവരുത്. ഇപ്പൊ കൈക്കല്ലേ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ എന്റെ അടുത്ത് നിന്ന് അനാവശ്യം പുലമ്പിക്കഴിഞ്ഞാ പിന്നെ നിന്റെ നാവായിരിക്കും ഞാൻ അർത്തു മാറ്റുന്നത്. അത് മറന്നു പോവരുത്. നിങ്ങൾ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോകും. എനിക്ക് അതിൽ ഒരു ആശ്ചര്യവും ഇല്ല. നിങ്ങളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാലോ. അതോ എന്നേക്കാൾ നന്നായി വേറെ ആർക്കെങ്കിലും അറിയോ നിങ്ങളെ? നിനക്ക് എന്താണോ അറിയാവുന്നത് അതാണ് ഫൈനൽ കാര്യമെന്ന് വിചാരിക്കണ്ട. ഈ സുഹാസിനി മേനോൻ ആരാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ചില ആളുകൾ എപ്പോഴും സ്വപ്നത്തിലാ ജീവിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കളയാൻ സമയമില്ല. പോയിട്ട് വേറെ പണിയുണ്ട്. ഇന്നലെ ഫോണിലൂടെ എന്നെ എന്തോ പാഠം പഠിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? അതിന് ഉത്തരം തരാനാ വന്നത്. എന്നെ ചേട്ടനിൽ നിന്നും അകറ്റി നിർത്താൻ നോക്കിയതല്ലേ നിങ്ങള്? അത് ശാശ്വതമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ അവസാനത്തിന്റെ ആരംഭം എപ്പോഴേ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. ഇപ്പോ അവന്റെ ലൈഫിലേക്കും തിരിച്ചു വന്നിരിക്കുക. ഏത് കണക്കിനെന്ന് വെച്ചാൽ എന്റെ കഷ്ടത്തിന് കൂടെ വന്നു നിൽക്കാൻ കണക്കിന്. ഞങ്ങളെ രണ്ടുപേരെയും ദൂരമാക്കാൻ നീ 10 ജന്മം ജനിച്ചു വന്നാലും സാധിക്കില്ല. എത്രയും പെട്ടെന്ന് സ്വപ്നലോകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വാ. ഗെറ്റ് വെൽ സൂൺ. എന്റെ സ്വപ്നങ്ങളെ നിറവേറ്റി തന്ന നിനക്ക് വേണ്ടി ഇത്രയും ദിവസം സ്വപ്നം കണ്ടതില് ഒരു തെറ്റുമില്ലെന്ന് തോന്നുന്നു. നിന്നെ ഒന്ന് ഹഗ് ചെയ്ത് ഒരു താങ്ക്സ് പറയാൻ പാകത്തിന് സന്തോഷത്തിലാണ് ഞാനിപ്പോ. എന്റെ അച്ഛൻ എപ്പോഴും ഞങ്ങൾക്കൊരു ഹീറോയായ പോലെ ഇപ്പൊ കാണാനും ശരിക്കും ഒരു ഹീറോ പോലെയുണ്ട്. താങ്ക് യു വേദാന്ത്. ലവ് യു. അച്ഛനെ കാണാൻ എന്ത് രസമായിട്ടുണ്ട്. എന്റെ തന്നെ കണ്ടുകിട്ട. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് വേദാന്ത്. അവരെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നേ. നിങ്ങളെ കാണാൻ എന്തു ഭംഗിയാ നോക്കി. നമ്മുടെ നിത്യഹരിത നായകൻ നസീറിനെ പോലെ തന്നെയുണ്ട് നിങ്ങള്. ഇനി ആരുടെയും കണ്ണ് നിങ്ങൾക്ക് പെടില്ല കേട്ടോ.
ചെറിയ മോളിന്റെ ഉള്ളിൽ സന്തോഷിക്കാണ്. ഉള്ളിലുള്ള കാര്യം എന്താ ഓപ്പണായിട്ട് തന്നെയല്ലേ പറഞ്ഞത്? അതല്ല, ചെറിയച്ഛൻ ഈ വേഷത്തില് ബസ്സിൽ ജോലി ചെയ്തിരുന്നെങ്കിലേ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. എന്നുവെച്ചാലേ ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയനെന്ന്. അതുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷം ലുക്കായതാ ചെറിയമ്മയുടെ സന്തോഷം. അത് ശരി. ആരതി, വിക്കി, പിന്നെ കണ്ണനൊന്നും കാണുന്നില്ലല്ലോ. വരും അച്ഛാ വരും. പക്ഷേ അമ്മൂലി ചേച്ചി മാത്രം നമ്മുടെ കൂടെ വരില്ല. ദൂരെ നിന്നേ കാണൂന്ന്. ശരി ശരി, അമൂല്യ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആഹാ, എടി മുതുക്കി, നീ കൊള്ളാമല്ലോ ആള്. ഇതിന്റെ ഇടയ്ക്ക് അച്ഛനോടെല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? അച്ഛാ, ഇനി ഒരു സർപ്രൈസ് ഉണ്ട്. ഇനിയൊരു സർപ്രൈസോ? ഇതിങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് സർപ്രൈസ് വന്നുകൊണ്ടിരിക്കുകയാണോ? ഇനി എന്താ മോനെ സർപ്രൈസ്? അങ്ങോട്ട് നോക്കേ. ശ്രീകാന്ത് സാറോ? പ്രമി, ഞാൻ പറയാറുണ്ടല്ലോ എന്റെ ബോസിനെ കുറിച്ച്. ഇദ്ദേഹമാണ് എന്റെ ബോസ്, ശ്രീകാന്ത് സാർ. നമസ്കാരം ചേച്ചി. നമസ്കാരം. സാർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്കൾ എന്റെ വീട്ടില് വരാനുള്ള മനസ്സ് കാണിച്ചല്ലോ സാർ. ഒരുപാട് സന്തോഷമുണ്ട് സാർ, ഒരുപാട് സന്തോഷമുണ്ട്. വേദാന്ത്, നീ എന്ത് ജോലി ചെയ്താലും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യും. സത്യമായിട്ടും അച്ഛന്റെ കണ്ണിൽ ഇങ്ങനെ ഒരു സന്തോഷം നിറയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ ശരിക്കും ഒരുപാട് നല്ലവൻ. ഇത്രയെങ്കിലും എന്റെ പയ്യൻ, അല്ലല്ല എന്റെ കള്ളച്ചെറുക്കൻ. വരൂ സാർ, ഇങ്ങനെ നിൽക്കുന്ന എന്തിനാ? വന്നിരിക്കേ. മഞ്ജുനാഥേ, എന്നെ കുറിച്ച് ആലോചിച്ച് ബോധർ ചെയ്യണ്ട. ഇന്ന് നിങ്ങളുടെ ദിവസാ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് ശരിക്കും എന്റെ കടമയാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി നിങ്ങളുടെ മക്കൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എത്ര ഞാൻ ചെയ്യുമായിരുന്നോ അതിന്റെ 10 മടങ്ങ് ഇവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മക്കളുള്ളത് ഒരു പുണ്യം തന്നെയാ മഞ്ജുനാഥേ. നമ്മൾ ലേറ്റ് ആവുന്നുണ്ട്. ഒന്ന് വേഗം റെഡി ആയിട്ട് വാ. നിന്റെ വീട്ടിൽ കള്ളം പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊന്നും ഇല്ല വിക്കി, ആരും തെറ്റൊന്നും പറയില്ല. എങ്ങനെയോ ആയിക്കോട്ടെ, നീ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. വിക്കി, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഞാൻ കുറെ ദിവസമായിട്ട് വല്ലാണ്ട് വിഷമിച്ചോണ്ടിരിക്കുകയാണ്. ഞാനത് സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടിട്ട് എത്ര തവണ ട്രൈ ചെയ്യുന്നേ. വിക്കി അതിന് കോപ്പറേറ്റ് ചെയ്യുന്നേ ഇല്ല. എന്താ? ഞാൻ കോപ്പറേറ്റ് ചെയ്യുന്നില്ലെന്നോ? അതെ, കോപ്പറേറ്റ് ചെയ്തില്ല. ശരി, എന്തുകൊണ്ടാ ചെയ്യാത്തെന്ന് പറഞ്ഞേക്കാം. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ തന്നെ ഇഷ്ടപ്പെട്ട് വേറെ രീതിയിലൊന്നും ചിന്തിക്കണ്ടപ്പോ. അന്ന് ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ ആരതി ഇപ്പൊ എന്നെ കൂടിയില്ല. അവളെ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ഐ ഹാവ് ലോസ്റ്റ്. വിക്കി, എന്തൊക്കെയാ പറയുന്നത്? എനിക്കിപ്പോ എന്താ തോന്നുന്നേ അത് തന്നെ ഞാൻ പറയുന്നു.